തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാവകാശം നിഷേധിച്ചുവെന്നും ഏപ്രിൽ 9-ന് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത 21,000 ജീവനക്കാർക്കാണ് വോട്ടവകാശം നിഷേധിച്ചത് എന്നും എം വി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചു. കോടതിയിൽ നിന്നുണ്ടായതും ദൗർഭാഗ്യകരം. ഇന്നലെയാണ് 11 പോസ്റ്റൽ വോട്ടുകൾ കണ്ണൂർ ട്രഷറിയിൽ എത്തിയത്. DCC മുൻ ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ് ചൂണ്ടിക്കാണിച്ചത് KPCC പ്രസിഡന്റിന്റെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ. വയനാട് ഫണ്ട് ധനവിനിയോഗിക്കൽ ക്രമക്കേട്. 2011 തിരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് സമർപ്പിച്ച വരുമാന സർട്ടിഫിക്കറ്റിൽ തെറ്റായ വിവരങ്ങൾ കൊടുത്തു. 1.56 കോടിയുടെ വിറ്റ മുതൽ പേപ്പറിൽ കാണിച്ചത് 41.05 ലക്ഷം. സഹകരണ നിയമങ്ങൾ മറികടന്നാണ് മകൾക്ക് കാരശ്ശേരി ബാങ്കിൽ നിയമനം നൽകിയത്. PV അൻവർ മൊബൈൽ രാഷ്ട്രീയം നടത്തുന്ന ആൾ. രാഷ്ട്രീയമായ ചവിട്ടുകുട്ടയായിരിക്കും PV അൻവറിന്റെ സ്ഥാനം. എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല. LDF ഭരണത്തിൽ വരും എന്ന സൂചനയാണ് എക്സിറ്റ് പോളിൽ നിന്ന് വരുന്നത്. കണ്ണൂരിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും പേരാവൂർ പിടിച്ചെടുക്കുകയും ചെയ്യും. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഇതിന്റെ നഗ്നമായ ലംഘനമാണ് ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ആര് ഭരിക്കുന്നതെന്ന് നോക്കി നിലപാട് സ്വീകരിക്കേണ്ടതല്ല. B. അശോക് കുമാർ 2013 അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥൻ. മാധ്യമങ്ങളിലൂടെ ലേഖനം എഴുതുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നു. ഇത് ചട്ടവിരുദ്ധമാണ്. സർക്കാർ നയങ്ങൾക്കെതിരെ പരസ്യ പ്രസ്താവന പാടില്ല. തുടർച്ചയായ ലംഘനമാണ് B. അശോക് നടത്തുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട 21,000-ഓളം ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിച്ച നടപടി നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ അവകാശമായ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന, അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന ഒരു കൂട്ടരാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയൊന്നും ഉണ്ടാകാതിരുന്ന വിധത്തിലാണ് 21,000-ഓളം സർക്കാർ ജീവനക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിൽ അവർ സേവനമനുഷ്ഠിച്ച് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായത്. പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ എത്തിയപ്പോൾ കിട്ടാതിരുന്നവരാണ് ഇവരെല്ലാം. അതിനെ തുടർന്നാണ് അവർ കോടതിയെ സമീപിച്ചത്. പോസ്റ്റൽ ബാലറ്റ് കിട്ടാത്ത ജീവനക്കാരും NGO യൂണിയൻ അടക്കമുള്ള സർവീസ് സംഘടനകളും കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള കൗണ്ടർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് വോട്ടെല്ലാം ചെയ്തു കഴിഞ്ഞു,